അക്രമികളായ കൃഷിക്കാരും തൊഴിലാളികളും ദിവാൻജിയുടെ ഭരണത്തിനെയും ഗവൺമെന്റിനെയും അട്ടിമറിക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടാണ് മേൽപ്പറഞ്ഞ കലാപം നടത്തിയത്. പോലീസുകാരെ കൊലപ്പെടുത്തുന്നതിനും സായുധ കലാപം നടത്തുന്നതിനും നേതൃത്വം കൊടുത്തത് രവിയും മമ്മൂട്ടിയുമാണെന്ന് ഗവൺമെന്റിന് തെളിവുകൾ കിട്ടിയിരിക്കുന്നു. ആകയാൽ ഈ രണ്ട് അക്രമികളെയും ജീവനോടോ അല്ലാതെയോ ഗവൺമെന്റിന് പിടിച്ചേൽപ്പിക്കുകയോ അറസ്റ്റ് ചെയ്യുവാനുള്ള വിവരങ്ങൾ നൽകുകയോ ചെയ്യുന്നവർക്ക് 5000 രൂപ പ്രതിഫലം നൽകുന്നതാണ്. കഷ്ടം, മമ്മൂട്ടി നബീസനെ കെട്ടിട്ട് 7 ദിവസം കൂടി ആയില്ല. അഭിനന്ദന ഇതിനൊക്കെ നടക്കുന്നത്, അനുഭവിക്കട്ടെ. പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തത് കാരണം നമ്മൾ ഇന്നൊരു ഗ്രായെ കണ്ടിച്ച് തൊലി ഒരിച്ച് കെട്ടി തൂക്കിയപ്പം ആ ഇബിലീസുകൾ പട്ടാളക്കാർ വന്ന് എടുത്തുകൊണ്ടങ്ങ് പോയി. ഹസനാരായത് എന്തിനാ കട തുറന്നത്? നമ്മൾ എന്തോ ചെയ്യും മുന്നേ. ആ പുന്ന നിൽക്കുന്നതിലെ ശങ്കരനിക്കുള്ള ഒരു ഗ്രായാണ് നമ്മൾ വില വെച്ചെടുത്തത്. അവനിക്ക് കായ് വേണം. ആരിനെ ഉരുപ്പടിയാക്കി കച്ചവടം ചെയ്യാതെ നമ്മുടെ ഈ രൂപ എവിടുന്നാണ്? അതിനിടയ്ക്കാണ് ആ ഹാമുക്ക് പോയി ഒരു പോലീസുകാരനെ കശാപ്പ് ചെയ്തത്. മമ്മൂട്ടിയെ പിടിച്ചു കൊടുക്കുന്നവർക്ക് 5000 രൂപ കൊടുക്കുന്നത് പത്രത്തിലുണ്ട്. ആ ഹാമുക്കിന് ആര് വേണേ പിടിച്ചു കൊടുക്കട്ടെ. അവൻ നമ്മുടെ പുന്നാര മോളെ പാലാക്കിലാക്കി. അവൻ ഇവിടെ വന്ന അള്ളാണ് 10,000 നമ്മൾ പറയുന്നത്. നമ്മൾ അവനെ പിടിച്ചു കൊടുക്കും. നബീസ, നബീസബി ഇവിടെ വാടി ഹാമുക്ക്. എനിക്ക് മമ്മൂട്ടിക്കാനെ തന്നെ മതിയെന്നും പറഞ്ഞിരുന്നപ്പോഴേ നമ്മൾ നിന്നോട്ട് പറഞ്ഞാണ്. അവൻ ദാസിരിയിലും വെളുപ്പാങ്കാലത്തും വരികയും പോവുകയും ചെയ്തപ്പോൾ നമ്മൾ നിന്നോട്ട് പറഞ്ഞാണ്. ഇനി ആ ഹാമുക്ക് ഇവിടെ വരട്ടെ. നമ്മൾ പിടിച്ചവനെ പോലീസിൽ കൊടുക്കും. ഇല്ലേ നമ്മൾ അവനെ മയ്യത്താക്കും. ഇവിടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം പോലീസ് കണ്ടുകെട്ടുന്നേ. സാധനങ്ങൾ കണ്ടുകെട്ടോ? പറയത്തക്ക സാധനം ഒന്നും ഇതുകൊണ്ടൊന്ന് ശല്യം ഒഴിഞ്ഞൊന്നും നീ കരുതണ്ട കേട്ടോ. അവനെ ഹാജരാക്കിയില്ലെങ്കിൽ നിനക്കും പിള്ളേർക്കും രക്ഷയില്ല. അയ്യോ എന്റെ അമ്മേ! അയ്യോ, എന്റെ കുഞ്ഞുങ്ങളുടെ പുസ്തകം ഏറ്റെടുക്കരുത്. അതേടി നിന്റെ പിള്ളേരെ പഠിപ്പിച്ച് ICS ആക്കാൻ മതി. നിന്നെ ശരിപ്പെടുത്തി കളി. നീ ഐഡി കാശും പിള്ളേ അറിയത്തില്ല. അയ്യോ, ഞാൻ തരില്ല. അയ്യോ, അവന്റെ ഒരു ഫോട്ടോ. അയ്യോ ദൈവമേ, അവരുടെ ഒരു പ്രേമം. ഇതേ നമ്മുടെ കയ്യിലിരിക്കട്ടെ. ഇത് കേസിന് ആവശ്യമാണ്. അയ്യോ സാധനങ്ങളെല്ലാം മാസ്റ്റർ തയ്യാറാക്കി വാനിൽ കയറ്റി. ഉത്തരവ്. എന്തായാലും നിന്റെ ഭർത്താവ് രക്ഷപ്പെടുമെന്ന് നീ കരുതണ്ട. അവൻ എവിടെ ഉണ്ടായാലും ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യും. എല്ലാ സാധനങ്ങളും വാനിൽ കയറ്റാം. വേണം. എന്തായാലും എനിക്ക് നബീസ ഒന്ന് കാണണം. ഞാൻ ഇപ്പോൾ പോകുന്നത് അപകടമാണ്. നമ്മുടെ ഒടുവിൽ സംഘടനകളെല്ലാം ഒന്ന് ശരിപ്പെട്ടിട്ട് വേണമെങ്കിൽ താൻ ഒന്ന് പോയി കണ്ടിട്ട് വരും. ബാപ്പ അവിടെ വല്ലാതെ ശല്യപ്പെടുത്തും. ഞാൻ പോയി അവിടെ ഒന്ന് പറയും സമാധാനിപ്പിച്ചിട്ട് ഉടനെ ഇങ്ങ് വന്നേക്കാം. അണ്ടർഗ്രൗണ്ടിൽ ഇരിക്കുന്നവരെ പിടിക്കാതിരിക്കുന്നത് നമ്മുടെ സംഘടനയുടെ മിടുക്കൊണ്ടാണ്. ഇന്നോ നാളെയോ കേന്ദ്ര കമ്മിറ്റിയുമായി നമുക്ക് ബന്ധം കിട്ടും. അതുവരെ നാം സുരക്ഷിതരല്ലെന്ന് ഓർമ്മ വേണം. അതെനിക്കറിയില്ലേ. മമ്മൂട്ടി, എന്റെ ഹൃദയം മരവിച്ചതാണെന്ന് ധരിക്കരുത്. ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി അവിടം വരെ ഒന്ന് പോയച്ചു പോരെ. സന്ധ്യയ്ക്ക് നാണു വരും. തന്റെ കോറിലായിട്ട് അവനെ അയക്കാം. പക്ഷെ അരമണിക്കൂർ കൂടെ അവിടെ താമസിക്കരുത് കേട്ടോ. അധികം കിട്ടുന്നതിന് മുമ്പ് ഷെൽട്ടറിൽ തിരിച്ചെത്തണം. ശരി, ഞാൻ എത്തിക്കോളാം. ആരാത്? ഞാനാ. കഥ തുറന്നു. ആരാണ് അവിടെ? ആരുമില്ല പാപ്പ. തുറക്കാം. പാപ്പ, ആരാണെന്ന് വിചാരിച്ചാൽ കഥക് തുറന്നത്? പടശോനെ ചതിച്ച നിന്റെ ജാടയൊന്നും ഐഡി കാശും പിള്ളേർത്ത് വേണ്ട. എവിടെയും നിന്റെ കെട്ടിയാൽ പടശോനാണ് നമ്മക്ക് അറിയാൻ വയ്യായെ. അള്ളാണ് അവൻ ഇവിടെ വന്ന ജീവനോടെ നമ്മൾ പിടിച്ച ഏമാന്റെ കയ്യിലോട്ട്. മമ്മൂട്ടിയാന്ന് വിചാരിച്ചാൽ ഇവിടെ കഥക് മുക്കിയപ്പോ കഥക് തുറന്നത്.
വേറെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചായിരിക്കും പൊന്നെ ഹേമന്മാര് വരി കടക്കകത്തോട്ടിരിക്കാം. നമ്മളെ ഒരു ഐ ഡി സാറാണ്, നമ്മൾ അങ്ങനെ ഉരുട്ടിപ്പരട്ടി വിടാമെന്ന് വിചാരിക്കണം. ആ, വരടോ. വരി. ഹേമന്മാർ ഇങ്ങോട്ടിരിക്കേ. അപ്പൊ ഇമ്മണി ചായന്റെ വെള്ളം. അങ്ങനെ ചായന്റെ വെള്ളം തന്ന് പറ്റിക്കാമെന്ന് താൻ വിചാരിക്കണ്ട. ആ, ഐ ഡി സാർ കാസിംപിള്ളയുടെ സ്റ്റാറ്റസ് തനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വെറും പോലീസ് അല്ല, നമ്മൾ യൂണിഫോം ഇട്ട് താൻ കണ്ടിട്ടുണ്ടാ? ഇല്ല. അതാണ് നമ്മുടെ ഒരു സ്റ്റാറ്റസ്. തന്റെ സ്റ്റാറ്റസ് കൊണ്ടിരിക്കാതെ വരുന്നെങ്കിൽ വാടോ പോകാം. നൈറ്റ് പെട്രോൾ കഴിഞ്ഞാൽ ചുമ്മാ അങ്ങ് പോയാ മതിയോ? ഇരിക്ക്, ഇയാളോട് കുറച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കട്ടെ. നമ്മള് മാവേലിക്കര ഇരിക്കുമ്പം ഇപ്പോഴത്തെ DSP അദ്ദേഹമാണ് യാമാൻ. പുള്ളിക്കാരന് നമ്മളെ കൊണ്ട് യൂണിഫോം ഇടിക്കണം. പല പണികളും നോക്കി, എന്നിട്ടും കാസിംപിള്ള യൂണിഫോം ആയിട്ടില്ല. അതാ നമ്മളെ ഒരു വിശ്വാസം. ആ ഒരു പണി മമ്മൂട്ടിയെ നമ്മളെ ഏൽപ്പിക്കും, നമ്മൾ ഹാജരാക്കാം. അള്ളാണ് അവൻ ഇവിടെ വരത്തില്ലേ? ഓ, കിടക്കട്ടെ. ഈ നബീസാനെ കല്യാണം കഴിച്ചിട്ട് എത്ര ദിവസമായി? ഇന്നേക്ക് 5 ആഴ്ച തികഞ്ഞു. ഇന്നേക്ക് 5 ആഴ്ച തികഞ്ഞു. അയ്യോ പോലീസ് സാരമില്ല, സാരമില്ല, നീ പേടിക്കാതെ. അയ്യോ നമ്മളൊരു ഐ ഡി സാറാണെന്ന് കണ്ടോളണം. കാസിംപിള്ള വിചാരിച്ചാൽ മമ്മൂട്ടി എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും തൂക്കിയെടുത്തു കളയും. നബീസ ബീവി, നമ്മളൊരു ഇസ്ലാം ആയതുകൊണ്ട് നിന്നെയും ബാപ്പാനെ സ്റ്റേഷനിൽ കൊണ്ടുപോണില്ല. പക്ഷെ ഒരു കാര്യം, മമ്മൂട്ടി ഇവിടെ വരുമ്പോ ആ വിവരം നമ്മളൊന്ന് അറിയിച്ചേക്കണം. അറിയിക്കാം. ഞാൻ കഥ അടച്ച് കിടന്നോട്ടെ പപ്പ. ആ ശരിക്കും അടച്ച് കിടന്നോളണം. നമ്മൾ ഇതിലേ പൊക്കോളാം. വേറൊരു കാര്യം, പോകാമോ കാശുണ്ടല്ലോ കേക്ക്. മമ്മൂട്ടിനെ കൊണ്ട് നിങ്ങളെ പിന്നാലെ മോളെ നമ്മൾ തൊടിയിക്കത്തില്ല. ആ, നമ്മൾ തൊടിയിക്കത്തില്ല. രവി ഇവിടെ ഇപ്പോൾ എന്താ? തനിക്കും എന്നെ കാണുന്ന ഭയമാണ്. പോലീസ് വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ ഇവിടെ കയറി വന്നത്. ഇവിടെ ഞങ്ങളെ ആരും അന്വേഷിക്കില്ല. ഒരു 2 ദിവസം എനിക്കിവിടെ താമസിക്കാനുണ്ട്. എന്താ ഈ പറയുന്നത്? ഇവിടെ യാതൊരു സൗകര്യവുമില്ല രവി. ഈ വലിയ ബംഗ്ലാവ് എനിക്കൊന്ന് ഒതുങ്ങിപ്പെടാൻ ഇടമില്ല. ഇവിടെ വെച്ച് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുകയില്ല. ആ, മറ്റെവിടെയെങ്കിലും വെച്ച് സംഭവിച്ചാൽ വിഷമമില്ലേ? രവി, ദയവ് ചെയ്ത് ഇവിടെ ഒളിച്ചിരിക്കണമെന്ന് മാത്രം പറയരുത്. മറ്റെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. തന്നെപ്പോലുള്ള പ്രമാണികളുടെ വീട്ടിൽ ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചത് തന്നെ പിശകാണ്. ഞാൻ പോയിക്കോളാം. പരിഭവിച്ചാണോ? ഓ, ഒരു പരിഭവമില്ല. ആ, പിന്നെ ഞാൻ ഇവിടെ വന്ന കാര്യം ദയവ് ചെയ്ത് ആരോടും പറയാതിരിക്കില്ല. നിങ്ങൾക്ക് ദോഷമില്ലാത്ത ചെറിയ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയും. അത് ചെയ്തു തരും. നിശ്ചയമായും. രവിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ.